ഇത് സേറ ബാനു എന്ന് പറയുന്ന ഒരു പോസ്റ്റ് വുമൺ ആണ് ഞാൻ ഇതിൽ. അതായത് ഒരു പേര് തന്നെയാണ് സേറ ബാനു. അതിൻ്റെ മുമ്പ് ഒരു കെയർ ഓഫ് ഉണ്ട്, കെയർ ഓഫ് സേറ ബാനു എന്ന് പറയുന്നത് ഇതൊരു പോസ്റ്റ് വുമൺ ആയതുകൊണ്ട് ഒരു അഡ്രസ്സ് എഴുതുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ പേര് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് സേറ ബാനു. ഒരു സിനിമയുടെ ഒരു കഥ കേൾക്കുക അല്ലെങ്കിൽ സിനിമ ഒരു കൺസിഡറേഷനിൽ ഇരിക്കുന്ന സമയത്ത് ഞാനത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, ആ സിനിമ എനിക്ക് തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടോ എന്നാണ് എന്നെ ഒരു സിനിമ വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഈ ഒരു കഥ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഈ കഥ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അതിനുശേഷം നമ്മളിതിലെല്ലാ ഘടകങ്ങളും ഒന്നിച്ച് നന്നായി ഒത്തുവരണം എന്നുള്ള കാരണം കൊണ്ടാണ് ഇതൊരു 1.5 വർഷം മുമ്പ് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ്. പല കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ നീണ്ടു പോയി. അത് ഇടയ്ക്ക് എല്ലാം ഒന്ന് ഒത്തുവരും, പക്ഷെ അപ്പോഴേക്കും വേറെ ഏതെങ്കിലും ഒരു ഘടകം മാറിപ്പോവും. അപ്പോൾ പിന്നെ നമുക്ക് പല അവസ്ഥകളിലും ഇത് എന്നാൽ പിന്നെ നമുക്കിത് വേണ്ട, വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോളൂ എന്ന് പോലും ഞാൻ സോണിയുടെ അടുത്ത് പറയുന്ന ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ സോണി വളരെ ക്ഷമയോടെ, ഇല്ല ചേച്ചി, എനിക്ക് ഉറപ്പുണ്ട് ഇത് ചേച്ചിയുടെ കരിയറിൽ ഏറ്റവും നല്ല കഥാപാത്രമായിരിക്കും, നല്ല സിനിമയായിരിക്കും എന്നുള്ളൊരു വിശ്വാസം, അത് സോണിക്ക് ഭയങ്കര ശക്തമായിട്ടുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒരു കഥയിലും ഈ ഒരു പ്രോജക്റ്റിലും. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ആണ് ഈ പ്രോജക്റ്റിനെ ഇന്ന് ഇവിടെ ഒരു സക്സസ്ഫുള്ളായിട്ട് ഇന്നിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അതിന് ഈ ഒരു പല മുടക്കങ്ങളും പല വൈകുന്ന കാരണങ്ങളും ഒക്കെ ഉണ്ടായത് ഏറ്റവും നല്ല ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് തെളിയിക്കുന്നതായിരുന്നു അമല മാമിൻ്റെ ഈ പ്രോജക്റ്റിലേക്കുള്ള എൻട്രി. ഈ ഒരു സിനിമയുടെ ഒരു കഥ പോയി നമുക്ക് അമല മാമിനോട് പറഞ്ഞു നോക്കാമെന്നുള്ള ഏതോ ഒരു സമയത്തൊരു സംസാരം വരികയും പിന്നീട് മാമിൻ്റെ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് സോണി പോയി കഥ പറഞ്ഞ് 25 വർഷമായി അമല മാം മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട്. അപ്പോൾ അത്രയും വർഷങ്ങൾക്ക് ശേഷം മാമിന് ഈ കഥ കേട്ടിട്ട് എന്നാൽ ഇത് ചെയ്യാം എന്ന് തോന്നണം എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഊഹിക്കാൻ സാധിക്കും ആ കഥയിൽ എന്തോ ഒന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്കും അത് സ്വപ്നത്തിൽ പോലും, ഞാനൊക്കെ കുട്ടിക്കാലത്ത് എത്രയോ സൂര്യപുത്രി ഉള്ളടക്കവുമാണ് ഏറ്റവും മാമിൻ്റെ മലയാളത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള സിനിമകൾ. അത് രണ്ടും എത്ര വലിയ ഹിറ്റുകളായിരുന്നു എന്ന് നമുക്കറിയാം. തമിഴിലും ഏതിലാണെങ്കിലും എനിക്കും എന്തോ ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു നടിയായിരുന്നു അമല മാം. അപ്പോൾ മാം ഇങ്ങോട്ട് വന്ന് ഈ സിനിമ അഭിനയിക്കുന്നു എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് നാളെടുത്തു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എനിക്ക് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്ന് അമല മാമിൻ്റെ പ്രസൻസാണ് ഈ സിനിമയിൽ. അത് ആദ്യം ഒരു പുരുഷ കഥാപാത്രമായിരുന്നു. ഈ ഒരു അമല മാം ചെയ്യുന്ന കഥാപാത്രം ഒരു പുരുഷ കഥാപാത്രമായിരുന്നു ആദ്യത്തെ ആലോചന ഘട്ടങ്ങളിലൊക്കെ. അപ്പോൾ പക്ഷെ അതുകൊണ്ടല്ല ഈ ഒരു സിനിമ നീണ്ടു പോയത്, അതുകൊണ്ടൊന്നുമല്ല, മറ്റ് പല കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ സൈഡിലൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇപ്പോൾ ഉള്ള നിർമ്മാതാക്കളായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പല പ്രൊഡക്ഷൻ ഹൗസസും മാറി ഇത് കൺസിഡർ ചെയ്യുകയും പല കാരണങ്ങൾ കൊണ്ടും എല്ലാം ഒത്തുവരണം എന്ന് പറയുമല്ലോ, ഒരു സിനിമയ്ക്കൊരു തലവിധി ഉണ്ടെന്ന് പറയുമല്ലോ, അതുപോലെ പല കാരണങ്ങൾ കൊണ്ടും ഇത് മാറിപ്പോയി. ഇത് നടക്കില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിചാരിച്ച പല സമയങ്ങളും ഉണ്ടായിരുന്നു.